ഈ ക്രെഡിറ്റ് കാർഡുകളെന്ന് പറയുന്നത് എടുക്കാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും, പെട്ടുപോകും എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് എങ്ങനെ വ്യക്തമായിട്ട്, എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും? ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. പലർക്കും ഇതിനെക്കുറിച്ച് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അറിയാം, ഇതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പോൾ സുജിത്ത് പറഞ്ഞ 2 പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ഞാൻ ജസ്റ്റ് കവർ ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളിൽ, എയർപ്ലെയിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് എന്തുകൊണ്ടാണ് എല്ലാവർക്കും കിട്ടാത്തതെന്ന് ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അൺസെക്യൂർഡ് ലോണാണ്. അൺസെക്യൂർഡ് ലോൺ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ലോൺ കൊടുക്കുന്നത് 2 ടൈപ്പ് ഓഫ് ലോണാണ് കൊടുക്കുന്നത്. സെക്യൂർഡ് ലോൺ ആൻഡ് അൺസെക്യൂർഡ് ലോൺ. സെക്യൂർഡ് ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഈട് വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന ലോണാകുമ്പോൾ സെക്യൂർഡ് ലോൺ. ക്രെഡിറ്റ് കാർഡും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. അതാർക്ക് കിട്ടും? അതാർക്കും കിട്ടും. അതിന് ആ സമയത്ത് വരുമ്പോഴേക്കും നിങ്ങളുടെ എലിജിബിലിറ്റിയോ നിങ്ങളുടെ ഫയറോ ഒന്നും നോക്കുന്നില്ല, സിബിൽ സ്കോർ ഒന്നും നോക്കുന്നില്ല, നിങ്ങൾക്ക് റൈറ്റ് അവേ തരികയാണ്. കാരണം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസെക്യൂർഡ് ലോൺ കൊടുക്കുമ്പോഴേക്കും ഒബ്വിയസ്ലി ഇതിനകത്തൊരു റിസ്ക് ഫാക്ടർ ഓൾവേസ് ഇൻവോൾവ് ആണ്. കാരണം നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപ ഒരു 5 ലക്ഷം രൂപ ലിമിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ റൈറ്റ് അവേ തരുന്നത് പോലെയാണ്. അതിൻ്റെ തിരിച്ചടവ് എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ടിൽ ദ ടൈം യു ക്ലോസ് ദ കാർഡ്. കാരണം നോർമൽ ലോൺസ് ഒക്കെ എന്ന് പറഞ്ഞാൽ 5 രൂപ 1 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം ആയിരിക്കും മാക്സിമം കൊടുക്കുന്നത്, 10 കൊല്ലം കൊടുക്കുന്നത്. ആ 10 കൊണ്ട് ലോൺ തീരും. ഇത് ഇൻഫിനിറ്റി പീരീഡ് ഓഫ് ടൈമിലുള്ള ലോണാണ്. ഓർത്ത് നോക്കി, ക്രെഡിറ്റ് കാർഡിൻ്റെ ലോൺ വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ലിമിറ്റ് തന്നിരിക്കട്ടെ, ആ ക്രെഡിറ്റ് കാർഡിൻ്റെ എപ്പോഴാണ് തീരുന്നത്? നിങ്ങൾ 5 ഉപയോഗിച്ചാൽ തീർന്നല്ലോ. അല്ല, നിങ്ങൾ 5 ഉപയോഗിച്ചാൽ തീർന്നില്ലേ? അതാണ് അതിനകത്ത്. ഇപ്പോൾ നിങ്ങൾ 5 ഉപയോഗിച്ചു, നിങ്ങൾ 5 ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ 5 തിരിച്ചടച്ചു എന്നിരിക്കട്ടെ, ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് 7 lakhs അങ്ങനെ പെട്ടെന്ന് അങ്ങ് മാറുമോ? See, if your track is good, if your track is good, means customer is good. Obviously, your borrowing purchase bank will increase your borrowing purchase power. Okay. പക്ഷേ നിങ്ങൾ ചോദിച്ചില്ലേ 5 ലക്ഷം ഉപയോഗിച്ചാൽ തീർന്നില്ലേ ചോദിച്ചില്ലേ? പക്ഷേ 5 ലക്ഷം രൂപ തിരിച്ചടക്കാൻ കിട്ടാത്തന്ന കാലം ബാങ്കിന് അതൊരു NPA ഇല്ലേ, മറ്റൊരു കിട്ടാക്കടമില്ലേ? ഓക്കെ. ബാങ്ക് അവരൊരു സംഭവം കസ്റ്റമറിൽ നിന്ന് ഒരു ഈട് എടുക്കാതെയാണ് ഒരു 5 ലക്ഷം രൂപ സൂചിച്ച് തന്നിരിക്കുന്നത്. അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് തിരിച്ചെടുക്കാൻ അവരുടെ ഉത്തരവാദിത്വമല്ലേ? ഒരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെ എത്ര ബെറ്റർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് ക്രെഡിറ്റ് കാർഡിന് 45 ദിവസം വരെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഒരുത്തന്, ഒരു പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരാൾക്ക്, പ്രോപ്പറായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് 40 ദിവസം മണി റോൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ആ പ്രോപ്പർ ഐഡിയയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇസ് വൺ ഓഫ് ദ സൂപ്പർബ് തിങ്സ് ദേ ക്യാൻ യൂസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സുജിത്തിന് ഒരു ക്രെഡിറ്റ് കാർഡുണ്ട്. ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 14-ാം തീയതിയാണ് ഓരോ മാസവും. ഓക്കെ, ഓരോ മാസം 14. ഫോർ ഈ ഡിസംബർ മാസം 14-ാം തീയതി സുജിത്തിന് ബില്ല് വന്നു. ഓക്കെ, കഴിഞ്ഞ മാസം ബില്ല് വന്നു, ഇത്ര ഒരു പേയ്മെൻറ്റ് ഉണ്ടെന്നുള്ളത്. ഈ ഡിസംബർ 15-ാം തീയതി സുജിത്ത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് സ്വൈപ്പ് ചെയ്തെന്നിരിക്കട്ടെ, ആ സ്വൈപ്പിങ്ങിൻ്റെ ബില്ല് വരുന്നത് ജനുവരി 14-നാണ് അതിൻ്റെ ബില്ല് വരുന്നത്. ജനുവരി 14 ബില്ല് വന്നു കഴിഞ്ഞാൽ ജനുവരി 14-ാം തീയതി അല്ല അടയ്ക്കേണ്ടത്, ജനുവരി 30-ാം തീയതി വരെ യു ഗോട്ട് എ ടൈം ടു പേ ദ ബിൽ. സോ യു ഗോട്ട് എ ലിവറേജ് ഓഫ് 45 days. സെയിം സാധനം തന്നെ സുജിത്ത് 14-ാം തീയതിയാണല്ലോ ബില്ല് വരുന്നത്, 13-ാം തീയതിയാണ് ഒരു സാധനം പർച്ചേസ് ചെയ്ത് നിൽക്കട്ടെ, ഈ 14-ാം തീയതിത്തെ ബില്ലിൽ കയറി വരും. ദെൻ യു ഗോട്ട് എ ലിമിറ്റേജ് ഓഫ് 1 day. ഓക്കെ, ആ ഡിഫറൻസ് മനസ്സിലായി. സോ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് കാൽക്കുലേറ്റ് യൂസ് ചെയ്ത ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു ക്യാഷ് റോൾ ചെയ്യാൻ ഒരു ഓവർ ഡ്രാഫ്റ്റ് ആണ്. ശരിക്കും ഒരു ഓവർ ഡ്രാഫ്റ്റ് ആണ്. പ്രോപ്പറായിട്ട് ഓവർ ഡ്രാഫ്റ്റ് എനിക്കറിയാം, എന്നെ പല ഫ്രണ്ട്സ് എനിക്കറിയാം പ്രോപ്പറായിട്ട് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന രീതിയിൽ തന്നെ ക്രെഡിറ്റ് കാർഡ് വരുന്നത് തന്നെ ലൈഫ് എൻജോയ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത്. അപ്പോൾ അതെൻ്റെ കുറേയധികം ഫ്രണ്ട്സ് ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ പ്രോപ്പർ മാനേജ്മെൻ്റ് ആണ്. ആ ഒരു കാൽക്കുലേഷനിൽ പോകണം. അത് നമ്മുടെ ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ ഇരിക്കത്തില്ല, സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ ഇഫ് യു ഡു ഇറ്റ് പ്രോപ്പർലി ഇറ്റ്സ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ തിങ്സ് യൂസ്. പക്ഷേ ഇതൊരു ഡബിൾ എഡ്ജ്ഡ് സോഡ എന്ന് വെച്ചാൽ 2 ഇരുതല മൂർച്ചയുള്ള വാളിനൊക്കെ പറയില്ലേ, പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ടപ്പ്, അത്രേ ഉള്ളൂ.